ഹായ് ഓൾ, വെൽക്കം ടു സെനിക്സ് അക്കാഡമി. അപ്പം നമ്മളിന്ന് യൂണിറ്റ് 2 ഈക്വൽ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഈക്വൽ ട്രയാങ്കിൾസ് അതായത് രണ്ട് ട്രയാങ്കിൾസ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈക്വൽ ട്രയാങ്കിൾസ് ആകുന്നതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാലോ? ഓക്കെ, അതിന് 3 സൈഡ്സും ഉണ്ട്, 3 ആംഗിൾസും ഉണ്ട്. ഓക്കെ, സൈഡ്സിൻ്റെ ലെങ്ത് തന്നാൽ ട്രയാങ്കിൾസ് വരയ്ക്കാനും നിങ്ങൾക്കറിയാലോ. ഓക്കെ, 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അത് പല വിധത്തിൽ വരയ്ക്കാമെന്ന് നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് 15 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ട്രയാങ്കിൾസ് എല്ലാം സെയിം ആണോ? അതെ അല്ലേ. ഓക്കെ, ഒന്നുകിൽ അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരച്ചേക്കുന്നു, അല്ലെങ്കിൽ അത് നേരെ മറച്ച് വെച്ചിരിക്കുന്നു. അത്രേ വ്യത്യാസം മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ചിരിച്ചോ അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്തോ അല്ലെങ്കിൽ ടേൺ ചെയ്തോ വെച്ചിട്ടുണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ആ ഓരോ ഫിഗറിനും ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പം ഇതിൽ ഏതെങ്കിലും 2 ട്രയാങ്കിൾസ് നമ്മൾ പേപ്പറിൽ വെട്ടിയെടുത്ത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കുകയാണെങ്കിൽ, ഓക്കെ, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണെന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഓക്കെ, സൈഡ്സ് മാത്രമേ ഈക്വൽ ആവുള്ളൂ അല്ലല്ലേ, അതിനൊപ്പമുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ ആംഗിൾസും സെയിം ആയിരിക്കുമോ? യെസ്, ഈ ആംഗിൾസും സെയിം ആയിരിക്കും. അതാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് 2 ട്രയാങ്കിൾസ് ആർ സെയിം ദെൻ ദെയർ ആംഗിൾസ് ആർ ഓൾസോ സെയിം. ഓക്കെ, 2 ട്രയാങ്കിൾസിൻ്റെ എല്ലാ സൈഡ്സും സെയിം ആണെങ്കിൽ അതിൻ്റെ 3ൻ്റെയും ആംഗിൾസും സെയിം ആയിരിക്കും. എല്ലാ ട്രയാങ്കിൾസിൻ്റെയും ലെങ്ത് സെയിം ആണെങ്കിൽ ആംഗിൾസും സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഈ ടെക്സ്റ്റിൽ നമുക്ക് 2 ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR. ഓക്കെ, 2 ട്രയാങ്കിൾസിൻ്റെയും സൈഡ്സ് സെയിം ആണ്. 3 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, 2 ട്രയാങ്കിൾസിൻ്റെയും സൈഡ്സ് സെയിം ആണെങ്കിൽ അവയ്ക്കിടയിലുള്ള ആംഗിൾസും സെയിം ആയിരിക്കും. ഓക്കെ, ഈ തന്നിരിക്കുന്ന 2 ഫിഗേഴ്സ് നോക്കിക്കേ. ഇതിൽ ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ എന്ന് നമുക്ക് നോക്കി പറയാൻ വേണ്ടി പറ്റുമോ? ഓക്കെ, 2 ട്രയാങ്കിളിൻ്റെയും സ്മോളസ്റ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഒരു മീഡിയം സൈസ്ഡ് ആംഗിൾ ഉണ്ടാവും, ആ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ആംഗിൾ ഉണ്ടാവും, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. പക്ഷേ ഇതിൽ ഏതാണ് സ്മോളസ്റ്റ് ആംഗിൾ, ഏതാണ് ലാർജസ്റ്റ് ആംഗിൾ, ഏതാണ് മീഡിയം സൈസ്ഡ് ആംഗിൾ എന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, അതിന് നമ്മളൊരു കാര്യം 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ദ സൈസ് ഓഫ് ആംഗിൾസ് ഇൻ എനി ട്രയാങ്കിൾ ഈസ് ഇൻ ദ സെയിം ഓർഡർ ആസ് ദ സൈസ് ഓഫ് ദർ ഓപ്പോസിറ്റ് സൈഡ്സ്. അതായത് ഇപ്പം നമുക്ക് തന്നിരിക്കുന്നതിൽ അതിൽ ലോങ്ങസ്റ്റ് സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പം ലാർജസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്. അതായത് ട്രയാങ്കിൾ ABCയിൽ 6 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ A. അതുപോലെ തന്നെ ട്രയാങ്കിൾ PQRൽ 6 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ R. സോ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ R. ഓക്കെ, ഇനി മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു സൈഡ് ഏതാണ്? 5 സെൻറ്റിമീറ്റർ അല്ലേ. ഓക്കെ, ട്രയാങ്കിൾ ABCയിൽ 5 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതായിരിക്കും? ആംഗിൾ B. അതുപോലെ ട്രയാങ്കിൾ PQRൽ 5 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതായിരിക്കും? ആംഗിൾ P. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ P. അപ്പോൾ സ്വാഭാവികമായും മൂന്നാമത്തെ ആയിരിക്കും ആംഗിൾ Cയും ആംഗിൾ Qവും, അവ രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് ലാർജസ്റ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും ലാർജസ്റ്റ് സൈഡ്, മീഡിയം സൈസ്ഡ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതായിരിക്കും മീഡിയം ലെങ്ത് ഉള്ള സൈഡ്, അതുപോലെ തന്നെ സ്മോളസ്റ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതായിരിക്കും സ്മോളസ്റ്റ് സൈഡ്. ഓക്കെ, അതാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് 2 ട്രയാങ്കിൾസ് ആർ ദ സെയിം ദെൻ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത് ആർ ഓൾസോ ഈക്വൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് 18ലെ ക്വസ്റ്റ്യൻ നമ്പർ 1. In each of the triangles below, find the angles of the second triangle equal to the angles of the first triangle and write these pairs.
ഓക്കെ, ട്രയാങ്കിൾ LMNലെയും ട്രയാങ്കിൾ XYZലെയും ആംഗിൾസ് നോക്കിയിട്ട് ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വിച്ച് ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ L. ഓക്കെ, LMNൽ L എന്ന് പറയുന്നത് ഏത് സൈഡിന് ഓപ്പോസിറ്റ് ആണ്? 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആണ്. 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആണ് L. അങ്ങനെയാണ് ട്രയാങ്കിൾ XYZൽ 4 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് ആരാ ഉള്ളത്? ആംഗിൾ Y. Therefore ആംഗിൾ L ഈക്വൽ ടു ആംഗിൾ Y. ഇനി നമുക്ക് നോക്കേണ്ടത് ആംഗിൾ M ആർക്ക് ഈക്വൽ ആണെന്ന് കണ്ടുപിടിക്കണം. ആംഗിൾ M ഏത് സൈഡിന് ഓപ്പോസിറ്റാണ്? 2 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ XYZൽ 2 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് ആയിട്ട് ആരാ ഉള്ളത്? ആംഗിൾ Z. ക്ലിയർ ആണല്ലോ? Therefore ആംഗിൾ M ഈക്വൽ ടു ആംഗിൾ Z. ഓക്കെ, ഇനി ആംഗിൾ N. ആംഗിൾ N ആർക്ക് ഓപ്പോസിറ്റാണ്? 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ XYZൽ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഏത് ആംഗിൾ ആയിരിക്കും? ആംഗിൾ X. Therefore ആംഗിൾ N ഈക്വൽ ടു ആംഗിൾ X. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ ABC-യും ട്രയാങ്കിൾ PQRലും ഏതൊക്കെ സൈഡ്സ് ആണ് ഈക്വൽ എന്ന് കണ്ടെത്തണം. ഓക്കെ, AC-യുടെ ലെങ്ത് 2.4 സെൻറ്റിമീറ്റർ, AB 3.6, BC 3 സെൻറ്റിമീറ്റർ. ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ആംഗിൾ P. ഓക്കെ, രണ്ടാമത്തെ ട്രയാങ്കിൾ PQRൽ ആംഗിൾ Pക്ക് ഓപ്പോസിറ്റ് ഏത് ആംഗിളാണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോണേ. ഓക്കെ, ആംഗിൾ Pയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 2.4 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ ABCയിൽ 2.4 ആർക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളത്? ആംഗിൾ B. Therefore ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ B. ദെൻ ട്രയാങ്കിൾ PQRൽ ആംഗിൾ Q എന്ന് പറയുന്നത് 3.6ന് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ABCയിൽ 3.6 ആർക്ക് ഓപ്പോസിറ്റ് ആണ്? ആംഗിൾ Cക്ക്. Therefore ആംഗിൾ Q ഈക്വൽ ടു ആംഗിൾ C. ദെൻ ട്രയാങ്കിൾ PQRൽ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആണ് ആംഗിൾ R. ട്രയാങ്കിൾ ABCയിൽ ആംഗിൾ Aക്ക് ഓപ്പോസിറ്റ് ആണ് 3 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ R ഈക്വൽ ടു ആംഗിൾ A. ക്വസ്റ്റ്യൻ നമ്പർ 1 ക്ലിയർ ആണല്ലോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ട്രയാങ്കിൾസ് ഷോൺ ബിലോ AB ഈക്വൽ ടു QR, BC ഈക്വൽ ടു RP ആൻഡ് CA ഈക്വൽ ടു PQ. രണ്ട് ട്രയാങ്കിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിൾ ABC, അതിലെ ആംഗിൾ A 40 ഡിഗ്രിയും ആംഗിൾ B 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ PQR അവിടെ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ആംഗിൾ C ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ PQR. ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ആംഗിൾ C. ആംഗിൾ C എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. ഓക്കെ, ആ ട്രയാങ്കിളിലെ 3 ആംഗിൾസിൽ 2 ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്, 60യും 40യും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 60 + 40 ആഡ് ചെയ്തിട്ട് 180യിൽ നിന്ന് മൈനസ് ചെയ്യുക. അതായത് 180 - 100 ദാറ്റ് ഈസ് 80 ഡിഗ്രി. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് 80 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ഏതൊക്കെ ആംഗിൾസ് ആണ് ട്രയാങ്കിൾ PQRലെ ട്രയാങ്കിൾ ABC ആയിട്ട് ഈക്വൽ എന്ന് കണ്ടെത്തണം. അതായത് ട്രയാങ്കിൾ PQRലെ എല്ലാ ആംഗിൾസും നമുക്ക് കണ്ടെത്തണം. ഓക്കെ, നമുക്ക് ആംഗിൾ CA 80 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? AB ഈക്വൽ ടു QR നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ചെറിയ ഈ ഒരു വര ഇട്ട് വെച്ചിട്ടില്ല ഈ ലൈനിൽ, അതുകൊണ്ട് സൂചിപ്പിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ തന്നിരിക്കുന്നത്? BC ഈക്വൽ ടു PR എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ RP നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ 2 വരയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത് AC ഈക്വൽ ടു PQ എന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, AC ഈക്വൽ ടു PQ എന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ എന്നാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്? ABയും QRും ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ABയും QRും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ABക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ Cയും QRന് ഓപ്പോസിറ്റ് ഏതാണ് ആംഗിൾ? P. Therefore ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ P. ഓക്കെ, ദെൻ BCയും PR-ഉം സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. BCക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ Aയും PR-ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ Q. ഓക്കെ, therefore ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ Q. ദെൻ
മൂന്നാമത്തത് എ സിക്ക് ഓപ്പോസിറ്റ് ആംഗിളാണ് ബി, അതുപോലെ തന്നെ പി ക്യൂന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് ആർ. ദെയർഫോർ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ എ ബി ഈക്വൽ ടു ക്യു ആർ, ബി സി ഈക്വൽ ടു പി ക്യു ആൻഡ് സി എ ഈക്വൽ ടു ആർ പി. ആ ഫിഗറിൽ ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ എ 60 എന്നും ട്രയാങ്കിൾ പി ക്യു ആറിൽ ആംഗിൾ ക്യു ഈക്വൽ ടു 70 എന്നും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ അതർ ടു ആംഗിൾസ് ഓഫ് ഈച്ച് ട്രയാങ്കിൾസ്. രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ബാക്കി എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എ ബിയും ക്യു ആറും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതാട്ടോ ഞാൻ ഈ ഒരു വര അതിനകത്ത് ഇട്ടിട്ട് സൂചിപ്പിച്ചേക്കുന്നത്. ദെൻ ബി സിയും പി ക്യൂവും ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ രണ്ട് വരയിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സി എയും ആർ പിയും ഈക്വൽ ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 70 ഡിഗ്രി എവിടെയാണ് വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമല്ലോ. 70 ഡിഗ്രി എവിടെയാണ് വരുന്നത് ട്രയാങ്കിൾ എ ബി സിയിൽ? ട്രയാങ്കിൾ പി ക്യു ആറിൽ പി ആറിന് ഓപ്പോസിറ്റാണ് ആംഗിൾ ക്യൂ. ഓക്കെ, പി ആറും സി എയും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ബിയും 70 ഡിഗ്രി ആയിരിക്കും. എ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ബിയും 70 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ട്രയാങ്കിൾ എ ബി സിയിൽ ട്രയാങ്കിൾ ബി സൈഡ് ബി സിക്ക് ഓപ്പോസിറ്റാണ് 60 ഡിഗ്രി. ബി സിക്ക് ഓപ്പോസിറ്റാണ് 60 ഡിഗ്രി. ബി സി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ പി ക്യു ആറിലെ പി ക്യൂവും ആയിട്ട് സെയിം ആണ്. അതായത് ബി സിയും പി ക്യൂവും സെയിം ആണ്. അതായത് അപ്പോൾ പി ക്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ ആറ് 60 ഡിഗ്രി ആയിരിക്കും. ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും കൂട്ടിയാൽ 180 കിട്ടുന്നത് നമുക്കറിയാം. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 70ഉം 60ഉം തമ്മിൽ ആഡ് ചെയ്യുക. എന്നിട്ട് എത്രയെന്ന് മൈനസ് ചെയ്യുക? 180യിൽ നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 70ഉം 60ഉം കൂട്ടിയാൽ 130 കിട്ടും. 180ൽ നിന്ന് 130 കുറച്ചാൽ 150 കിട്ടും. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസിൽ ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ? ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ പി ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു 70 ഡിഗ്രി എന്നായിരിക്കും. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ ഈക്വൽ ടു 60 ഡിഗ്രി എന്നും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡയഗണൽ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ സ്പ്ലിറ്റ്സ് ഇറ്റ് ഇൻടു ടു ട്രയാങ്കിൾസ് ആർ ഷോൺ ബിലോ. ഡു ദീസ് ട്രയാങ്കിൾസ് ഹാവ് സെയിം ആംഗിൾസ്? വൈ? ഓക്കെ, ഒരു ക്വാഡ്രിലാറ്ററിനെ ഡയഗണൽ വരച്ച് അത് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ട്രയാങ്കിൾസിനും സെയിം ആംഗിൾസ് ആണോ, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, സൈഡ്സ് തന്നിട്ടുണ്ട്. 3 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും നമുക്ക് തന്നിട്ടുണ്ട്. സോ ആൻസർ നോക്കാം നമുക്ക്. ഇതിനെ നമുക്ക് ഈ ഫിഗറിനെ നമ്മൾ പേര് കൊടുത്തു. എ ബി സി ഡി എന്നുള്ള 4 പേര് കൊടുത്തു. രണ്ട് ട്രയാങ്കിൾസ് ആണ്, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ബി ഡിയും. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടെത്താണ് വേണ്ടത്. ഓക്കെ, ബി സി എന്ന് പറയുന്ന സൈഡാണ് 3 സെൻറ്റിമീറ്റർ. ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ എ. ഓക്കെ, ട്രയാങ്കിൾ എ ബി ഡിയിൽ ബി ഡി ആണ് 3 സെൻറ്റിമീറ്റർ. ബി ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് ഈ ആംഗിൾ, അതായത് ബി എ ഡി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ സി എ ബി അല്ലെങ്കിൽ ബി എ സിയും ബി എ ഡിയും ഈക്വൽ ആംഗിൾസ് ആണ്, ഓപ്പോസിറ്റ് ടു 3 സെൻറ്റിമീറ്റർ. അതേപോലെ ഇനി നമ്മൾ 4 സെൻറ്റിമീറ്റർ കാര്യം നോക്കുകയാണ്. എ സി ആണ് 4 സെൻറ്റിമീറ്റർ. എ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് ആംഗിൾ എ ബി സി. ഓക്കെ, ട്രയാങ്കിൾ എ ബി ഡിയിൽ 4 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് എ ബി ഡി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ എ ബി സിയും ആംഗിൾ എ ബി ഡിയും ഈക്വൽ ആണ്. റീസൺ എന്താണ്? ഓപ്പോസിറ്റ് ടു 4 സെൻറ്റിമീറ്റർ. ഓക്കെ, മൂന്നാമത്തതാണ് എ ബി എന്നുള്ള സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് ആംഗിൾ സി. ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ സിയും ട്രയാങ്കിൾ എ ബി ഡിയിൽ ആംഗിൾ ഡിയും. സോ ആംഗിൾ ഡിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ക്ലിയർ ആണല്ലോ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, in the quadrilateral ABCD shown below, AB equal to AD and CB equal to CD. ആ ഫിഗറിൽ ആംഗിൾ സി എ ഡി 30 ഡിഗ്രി എന്നും ആംഗിൾ എ സി ബി 50 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. അതായത് ആംഗിൾ എ എത്രയാണ്, ആംഗിൾ ബി എത്രയാണ്, ആംഗിൾ സി എത്രയാണ്, ആംഗിൾ ഡി എത്രയാണ്.
ഇത് 4 നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, തന്നിരിക്കുന്ന ഫിഗറിൽ എ ബി സി ഡി എന്നുണ്ട്, അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദെൻ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, എ ബി ഈക്വൽ ടു എ ഡി, എ ബിയും എ ഡിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ സി ബിയും സി ഡിയും ഈക്വൽ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആംഗിൾ ഡി എ സി 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റാണ് ആംഗിൾ സി ഡി. സി ഡി എന്ന് പറയുന്നത് സി ബിക്ക് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സി ബിയുടെ ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിൾ, അതായത് ആംഗിൾ സി എ ബിയും 30 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് തന്നിട്ടുള്ളത് ആംഗിൾ എ സി ബി 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ എ സി ബിക്ക് ഓപ്പോസിറ്റായിട്ടുള്ള സൈഡാണ് എ ബി. എ ബിയും എ ഡിയും ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം എ ഡിക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും. എ ഡിക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിളാണ് ആംഗിൾ എ സി ഡി. ഓക്കെ, അപ്പം ആംഗിൾ എ സി ഡി നമുക്ക് 50 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് എന്നാൽ മൂന്നാമത്തെ ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ മൂന്നാമത്തെ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് 30യും 50യും നമ്മൾ ആഡ് ചെയ്തു, നമുക്ക് 80 കിട്ടി. 80 180 എന്ന് മൈനസ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് 100 എന്ന് കിട്ടി. സോ ആംഗിൾ ഡിയും ആംഗിൾ ബിയും നമുക്ക് എത്രയെന്ന് കിട്ടി, 100 ഡിഗ്രിന്ന് കിട്ടി. ആംഗിൾ ഡിയും ആംഗിൾ ബിയും 100 ഡിഗ്രിന്ന് നമുക്ക് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിലെ 4 ആംഗിൾസും എത്രയൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആംഗിൾ എ എന്ന് പറയുന്നത് ഈ 30 + 30, അതായത് 60 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്നത് 100 ഡിഗ്രി. ആംഗിൾ സി എന്ന് പറയുന്നത് 50 + 50, അതായത് 100 ഡിഗ്രി. ആൻഡ് ആംഗിൾ ഡി ഈക്വൽ ടു 100 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.